السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله أما بعد. വിശുദ്ധ ഖുർആൻ 14-ാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹിം അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. നമ്മളതിനെ രണ്ട് ഭാഗമാക്കിയല്ലോ. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം 27-ാമത്തെ വചനം മുതൽ അവസാനത്തെ വചനമായ 52-ാം വചനം വരെയുള്ള കാര്യമാണ്. ആ വചനങ്ങളിൽ അള്ളാഹു ഒരു വിഷയമാണ് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഭൂമിയിൽ ഒരു സുസ്ഥിരമായ നിയമമുണ്ട്, പ്രകൃതി നിയമം എന്ന് നമ്മൾ പറയും. ആ പ്രകൃതി നിയമം അള്ളാഹു മനുഷ്യന് രക്ഷ നൽകുന്നതിലും ശിക്ഷ നൽകുന്നതിലും ഒരു പ്രകൃതി നിയമമുണ്ട്. അത് ഭൂമിയിലുമുണ്ട്, ആകാശത്തും ആഖിറത്തിലും അപ്രകാരമുണ്ട്. അതാണ് ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത് ഓരോരുത്തരുടെയും ദുനിയാവിൽ വെച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും നല്ല കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും അവൻ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായമുണ്ടാകും, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സൗകര്യങ്ങളുണ്ടാകും, ഭൂമിയിലുമുണ്ടാകും. പരലോകത്താകട്ടെ അവന് ജന്നത്ത് കൊണ്ട് അവനെ അനുഗ്രഹിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ച് ഒരാൾ ജീവിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്തെ ജീവിതവും പരലോകത്തെ ജീവിതവും നഷ്ടപ്പെട്ടവനായി മാറും. അതാണ് ഈ വചനങ്ങളിൽ പറയുന്നത്. ഈ വചനങ്ങളിൽ അത് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 രേഖകൾ, 7 തെളിവുകൾ കൊണ്ടുവരുന്നുണ്ട്. അതിലൊന്നാമത്തേത് അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഒന്നാമത്തേത് 27-ാമത്തെ വചനത്തിലെ പരാമർശമാണ്. 27-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകുന്ന സബാത്താണ്. സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന ആ സബാത്ത്, അതാണ് 27-ാമത്തെ വചനത്തിൻ്റെ വിഷയം. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വയുദില്ലുല്ലാഹു അസ്സാലിമീൻ വയഫ്അലുല്ലാഹു മാ യശാ. ഈ ദുനിയാവിലെ ജീവിതത്തിലും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സുസ്ഥിരമായ വാക്കുകൊണ്ട് ബിൽ ഖൗലി സാബിത്, സത്യവിശ്വാസികളെ അള്ളാഹു ഉറപ്പിച്ച് നിർത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഏത് പരീക്ഷണത്തിലും പതറാതെ അചഞ്ചലമായി നിൽക്കാൻ അള്ളാഹു വിശ്വാസികളെ സഹായിക്കും എന്നാണ് അതിൻ്റെ ആശയം. വയുദില്ലുല്ലാഹു അസ്സാലിമീൻ, സ്വാഭാവികമായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത ആ അക്രമികൾ, അക്രമം എന്നൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ അള്ളാഹു ഉണ്ടാക്കിയ നിയമത്തിനെതിരെ പ്രവർത്തിക്കുന്നതൊക്കെ എന്താണ്? അക്രമമാണ്. അവർ സ്വാഭാവികമായും അള്ളാഹു വഴികേടിലാക്കും. കാരണം അതൊരു പ്രകൃതി നിയമമാണ്. വയഫ്അലുല്ലാഹു മാ യശാ. നോക്കൂ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. അതാണ് അള്ളാഹുവിൻ്റെ ഈ പറഞ്ഞ, ആദ്യം നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കൊരു നിയമമുണ്ട് എന്ന്. ആ നിയമമനുസരിച്ചാണ് പോകുന്നത് എന്നതിൻ്റെ ഒന്നാമത്തെ രേഖ അതാണ്. രണ്ടാമത്തെ രേഖ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കണം. 28 മുതൽ 31 വരെയുള്ള വചനങ്ങളിൽ അത് പറയുന്നുണ്ട്. 28-ാമത്തെ വചനം മുതൽ 31-ാമത്തെ വചനം വരെയുള്ള വചനങ്ങളിൽ അതാണ് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഖുറൈശികൾക്ക് അവരുടെ വാസസ്ഥലത്ത് ഹറമിൽ അമ്ന് എന്ന നിഅമത്ത്, നിർഭയത്വം എന്ന അനുഗ്രഹം അള്ളാഹു നൽകിയിരുന്നു. പക്ഷേ അവർ കുഫ്റിലായതോടുകൂടി ആ നിർഭയത്വം എന്ന അനുഗ്രഹം അവർക്ക് നഷ്ടപ്പെട്ടു. വിശേഷിച്ചും അവർ ബദറിലേക്ക് പോയി. ബദറിൽ അവർ യുദ്ധം ചെയ്തു. ബദറിൽ യുദ്ധം ചെയ്തതോടുകൂടി യഥാർത്ഥത്തിൽ അവർക്ക് ആ ഒരു നിർഭയത്വം നഷ്ടപ്പെട്ടു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിട്ട് അവരൊരുപാട് പങ്കുകാരെ വെച്ചു. എന്നാൽ വിശ്വാസികളാകട്ടെ അവരോട് അല്ലാഹു ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത്, നിങ്ങൾ നമസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനോട് ഇഷ്ടപ്പെട്ട ആളുകളായി മാറണം എന്നാണ്. അതാണ് ഈ വചനങ്ങളിൽ 28 മുതൽ 31 വരെയുള്ള വചനങ്ങളിൽ കാണുന്നത്. നോക്കൂ, 29 മുതലുള്ള വചനങ്ങളിൽ കാണുന്നത് നോക്കൂ.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് വളരെ മനോഹരമായാണ്. അലം തറ ഇലല്ലദീന ബദ്ദലു 28 അലം തറ ഇലല്ലദീന ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്റൻ വ അഹല്ലു ഖൗമഹും ദാറൽ ബവാർ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദികേട് കാണിക്കുകയും തങ്ങളുടെ ജനതയെ നാശത്തിൻ്റെ ഭവനത്തിൽ അഥവാ നരകത്തിൽ ഇറക്കിക്കളയുകയും ചെയ്ത ഒരു വിഭാഗം, ആ വിഭാഗത്തെ നീ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ വിഭാഗം എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകളായിരുന്നു. അവർക്കവിടെ സമാധാനമുള്ള ഒരു പ്രദേശമായിരുന്നു. പക്ഷേ അവർ അള്ളാഹുവിനെ ധിക്കരിച്ചതോടുകൂടി, റസൂലിനെ അനുസരിക്കാത്തതോടുകൂടി, വിശേഷിച്ചും മദീനായിൽ ചെന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ അവർ ശ്രമിച്ചതോടുകൂടി അവർക്ക് ആ നിർഭയത്വം നഷ്ടപ്പെട്ടു. അതാണ്. എന്നിട്ട് മാത്രമല്ല, വജഅലു ലില്ലാഹി അൻദാദൻ ലിയുദില്ലു അൻ സബീലി ഖുൽ തമത്തഉ ഫഇന്ന മസീറക്കും ഇലന്നാർ. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജനങ്ങളെ തെറ്റിച്ച് കളയാൻ വേണ്ടി അവർ അള്ളാഹുവിന് ചില സമന്മാരെ ഉണ്ടാക്കി. അപ്പോൾ അവരോടുള്ള കൽപ്പന, നിങ്ങൾ സുഖിച്ചോ, നിങ്ങൾക്ക് പോകാനുള്ളത് നരകത്തിലേക്കാണ് എന്നാണ്. ഇതിൻ്റെ നേരെ വിപരീതമായ അവസ്ഥ വിശ്വാസികളോട് പറയുന്നുണ്ട്. വിശ്വാസികൾ എന്ത് ചെയ്യണം? ഖുൽ ഇബാദിയല്ലദീന ആമനു, ഈമാനുള്ള വിശ്വാസികളോട് നബിയെ പറയണമെന്ത്? യുഖീമുസ്സലാ, സലാത്ത് നിർവഹിക്കണം. വയുംഫിഖു മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും അവർക്ക് കിട്ടിയതിൽ നിന്ന് അവർ ചിലവഴിക്കണം. അവരുടെ ധനത്തിൽ നിന്ന്, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കണം. മിൻ ഖബലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖിലാർ. അത് ഖിയാമത്ത് നാളിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ദിവസത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയും മനുഷ്യനുണ്ടാവുകയില്ലല്ലോ. ഇതാണ് 28 മുതൽ 31 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത്. മൂന്നാമത്തെ രേഖ എന്ന് പറയുന്നത് 32 മുതൽ 34 വരെയുള്ള വചനങ്ങളിലാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സുന്നത്ത് ഇവിടെ പറയുകയാണ്. പ്രകൃതി നിയമം ആണല്ലോ പറഞ്ഞു വന്നത്. അപ്പോൾ അതിലുള്ളത് 31 അല്ലാഹു സുബ്ഹാനഹു വ തആല 32ാമത്തെ വചനത്തിൽ പറയുന്നത്, അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഴയുമായി ബന്ധപ്പെട്ട മഴ പെയ്തു. ആ മഴ പെയ്തതിൻ്റെ കാരണമായി പലതരത്തിലുള്ള കായ്കനികൾ നിങ്ങൾക്ക് ഉള്ള റിസ്ഖ് എന്ന നിലക്ക് ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചു. അതുപോലെ വസഖറ ലക്കുമുൽ ഫുൽക ലിതജ്രിയ ഫിൽ ബഹരി ബിഅംരിഹി വസഖറ ലക്കുമുൽ അൻഹാർ, നിങ്ങൾക്ക് കടലിൽ സഞ്ചരിക്കാൻ വേണ്ടി കപ്പലുകൾ നിങ്ങൾക്ക് വിധേയമാക്കി തന്നു. അതുപോലെ തന്നെ നദികളെ അവൻ വിധേയമാക്കി തന്നു. വസഖറ ലക്കുമുശ് ശംസ വൽ ഖമർ ദാഇബൈൻ, ഈ സൂര്യനെയും ചന്ദ്രനെയും പതിവായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിലയിൽ അവൻ നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നു. വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ, അവൻ നിങ്ങൾക്ക് രാവും പകലും വിധേയമാക്കി തന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് വആതാകും മിൻ കുല്ലി മാ സഅൽതുമു, നിങ്ങൾ ചോദിച്ചതൊക്കെ, നിങ്ങൾ അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടതൊക്കെ അവൻ നിങ്ങൾക്ക് നൽകിയില്ലേ? ആവശ്യപ്പെട്ടതിൽ നിന്നൊക്കെ നൽകി, ആവശ്യപ്പെടാത്തതും നൽകി. എന്നിട്ട് പറയാം വഇൻ തഅുദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. വഇൻ തഅുദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കണക്കെടുക്കാൻ സാധിക്കുകയില്ല, അത്രമാത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇനി 35 മുതൽ 41 വരെയുള്ള ഭാഗം, അത് വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ്. അത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദുആ ആണ്. അവിടെയാണ് നമ്മുടെ ഒരല്പസമയം ചിന്തയോടുകൂടി നിൽക്കേണ്ടത്. സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഒരു മാതൃകയായാണ് നമ്മുടെ മുമ്പിൽ ഇവിടെ ഈ സൂറയിൽ അവതരിപ്പിക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതവും സ്വഭാവമൊക്കെ പല സ്ഥലങ്ങളിലും ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥന ആരംഭിക്കുന്നത് മക്കൾക്ക് നിർഭയത്വം കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. അതാണ് 35ാമത്തെ വചനം. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ഇജ്അൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. മക്കൾക്ക് നിർഭയത്വം ചോദിച്ചതോടൊപ്പം തന്നെ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുന്നതിൽ നിന്ന് ഞങ്ങൾ അകറ്റി നിർത്തണമേ എന്നാണ്.
സത്യത്തിൽ ഈ ഒന്നാമത്തെ ചോദ്യം നിർഭയത്വം ഉണ്ടാകാനാണ്. എന്നത് വലിയൊരു നിഅമത്താണ്, നിർഭയത്വം എന്ന് പറയുന്നത്. വിശേഷിച്ചും നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഇവിടെ മക്കയെ സംബന്ധിച്ചിടത്തോളം മക്ക നമ്മുടെ താമസ സ്ഥലം മാത്രമല്ല. മക്ക എന്ന് പറയുന്നത് പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കാലശേഷം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള പ്രത്യേകമായൊരു പ്രദേശമായി മാറുകയാണല്ലോ ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രാർത്ഥന ഷിർക്കിൽ നിന്ന് മോചിപ്പിക്കാനാണ്. നിങ്ങൾ ആലോചിച്ചു, ഇബ്രാഹിം അലൈഹിസ്സലാം പോലും തന്നെയും തൻ്റെ മക്കളെയും ഷിർക്കിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം മഅസൂമാണല്ലോ, പാപസുരക്ഷിതത്വമുള്ളവനാണ്. എന്നിട്ട് പോലും നിങ്ങൾ ആലോചിച്ചു, അത് അദ്ദേഹത്തിൻ്റെ തവാദുവാണ്, വിനയമാണ്, അള്ളാഹുവിനോട് കാണിക്കുന്ന വിനയമാണ്. അതുപോലെ തന്നെ ഷിർക്കിൻ്റെ ഗൗരവമാണ് അവിടെ അദ്ദേഹം ആ പ്രാർത്ഥനയിലൂടെ സൂചിപ്പിക്കുന്നത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇത് രണ്ടും. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് നിർഭയത്വം ഉണ്ടാകണം, അതോടൊപ്പം നാം ഇതുപോലെയുള്ള വിഗ്രഹാരാധന പോലെയുള്ള ഷിർക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയും വേണം. പിന്നീട് അദ്ദേഹം പ്രാർത്ഥിച്ചത് വളരെ പ്രധാനമായ ഒരു പ്രാർത്ഥനയാണ്. റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്. അതൊരു പ്രസ്താവനയാണ്. എൻ്റെ രക്ഷിതാവെ, തീർച്ചയായും അവ എന്ന് വെച്ചാൽ ഈ വിഗ്രഹങ്ങൾ മനുഷ്യരിൽ നിന്ന് വളരെ പേരെ പിഴപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ആളുകളും അതിൻ്റെ ആളുകളൊക്കെ. എന്നിട്ട് അവരുടെ അവസ്ഥ പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. 37-ാമത്തെ വചനമാണ്. ഞങ്ങളുടെ റബ്ബെ, എൻ്റെ സന്തതികളിൽ നിന്ന് ചിലരെ കൃഷിയൊന്നുമില്ലാത്ത ഒരു താഴ്വരയിൽ നിൻ്റെ പവിത്രമായ ഭവനത്തിൻ്റെ അടുത്ത് ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു. മക്കയിൽ താമസിപ്പിച്ച അത് ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്തിനാണത്? റബ്ബന ലിയുഖീമുസ്സലാ. വല്ലാത്തൊരു വാക്കാണത്. ഞങ്ങളുടെ രക്ഷിതാവെ, അവർ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ വേണ്ടിയാണ്. നോക്കൂ, എന്തിനാണ് അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചത് എന്ന് അദ്ദേഹം പ്രത്യേകം പറയുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കണം, നമ്മൾ പലപ്പോഴും നല്ല സ്ഥലങ്ങളൊക്കെ താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാറുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു സ്ഥലം, ഒരു പള്ളിയുള്ളതിന് തൊട്ടടുത്ത് താമസിക്കുക എന്നതിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ ആലോചിക്കേണ്ടതാണ്. ഫജഅൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. അത് നോക്കൂ, വലിയൊരു സംഗതിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, മനുഷ്യരിൽ ചിലരുടെ മനസ്സുകളെ നീ അവരോട് ചായ്വുള്ളതാക്കണമേ, അവർക്ക് കായികനികളിൽ നിന്ന് നീ ഉപജീവനം നൽകുകയും ചെയ്യണമേ, അവർ നന്ദിയുള്ളവരാകാൻ വേണ്ടി എന്ന്. നോക്കൂ, വജഅൽ അഫ്ഇദതൻ മിനന്നാസ്. അതൊരു പ്രത്യേകമായ പദമാണ് അഫ്ഇദത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വാക്കുകൾ മനസ്സിനും ഹൃദയത്തിനുമൊക്കെ അറബി ഭാഷയിലുണ്ട്. പക്ഷേ ഫുആദ് എന്ന പദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഫുആദ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഷൗക്കാണ്, ഒരങ്ങേയറ്റത്തെ നമ്മുടെ ഉള്ളിലുള്ള കത്തിച്ചൊലിക്കുന്ന ഒരു ആഗ്രഹമാണ് എന്ത്? ഫുആദ്. അങ്ങനെയുള്ളൊരു ആഗ്രഹം മക്കയോരുണ്ടാക്കണമേ. സത്യമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മക്കയിൽ ഒരു പ്രാവശ്യം പോയ ആൾക്ക് വീണ്ടും വീണ്ടും അവിടെ പോകാനുള്ള താല്പര്യം, ആഗ്രഹം, അത് കത്തിങ്ങനെ നിൽക്കുകയാണ് ഉള്ളിൽ. ആ പദം തന്നെ അങ്ങനെയാണ്. അഫ്ഇദത്ത് എന്നുള്ള പദം അതാണ്, ഫുആദ് അതാണ്. മാത്രമല്ല ഫജഅൽ അഫ്ഇദതൻ മിനന്നാസി തഹ്വി ഇലൈഹിം. നോക്കൂ, തഹ്വി ഇലൈഹിം. ഹവ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ വന്ന് വീഴലാണ്, അറിയാതെ വീഴലിനാണ് എന്ത് പറയുക? ഹവ എന്ന് പറയാം. അങ്ങനെയാണ് സത്യത്തിൽ മക്കയിലേക്ക് ആളുകൾ എത്തുന്നത്, അറിയാതെ വന്ന് വീഴുന്ന പോലെയാണ്. അത്രയും നോക്കൂ, എന്തൊക്കെ വിറ്റും ഒഴിവാക്കിയും ഒക്കെയാണ് മനുഷ്യൻ ഉംറക്കും ഹജ്ജിനുമൊക്കെ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞു. പിന്നെ വർസുഖ്ഹും മിനസ് സമറാത്ത് എന്ന് പറഞ്ഞു. ഇന്നും മക്കയിൽ അത്ഭുതമാണ്. മക്കയിൽ ഭൂമിയിലുള്ള എല്ലാ പ്രദേശത്ത് കിട്ടുന്ന കായികനികളും പഴവർഗ്ഗങ്ങളൊക്കെ മക്കയിൽ കിട്ടും. ഈ പ്രാർത്ഥനയുടെ പരിണിത ഫലമാണ് അത്. റബ്ബന തുടർന്ന് പറഞ്ഞത് റബ്ബന ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅ്ലിൻ വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർദി വലാ ഫിസ് സമാ. ഞങ്ങളുടെ റബ്ബേ, തീർച്ചയായും ഞങ്ങൾ മറച്ചു വെക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം നീ അറിയും. ഭൂമിയിലുള്ളതോ ആകാശത്തുള്ളതോ യാതൊരു വസ്തുവും അള്ളാഹുവെ നിനക്ക് അവ്യക്തമാവുകയില്ല. അത് അള്ളാഹുവിനെ ഒന്ന് സത്യത്തിൽ അള്ളാഹുവിനോടുള്ള വിനയം കാണിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നോക്കൂ, എന്താണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഉദ്ദേശിക്കുന്ന മാ നുഖ്ഫി വമാ നുഅ്ലിൻ എന്ന് പറഞ്ഞാൽ? നോക്കൂ, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളൊരു വൈകാരികത എന്തായാലും ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, അതുപോലെ മകനെ ഒക്കെ ഉപേക്ഷിച്ച് പോരുന്ന ആ ആളില്ലാത്ത വിജനമായ ഒരു പ്രദേശത്ത് ഒഴിവാക്കി പോരുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാം പരസ്യമാക്കിയത് എന്ത് എന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് രഹസ്യമാക്കിയത്?
എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ ആ കുടുംബത്തെ മകനെയൊക്കെ ഉപേക്ഷിച്ച് പോരുമ്പോഴുള്ള വല്ലാത്ത ഒരു വിരഹത്തിൻ്റെ വേദന അത് ഉള്ളിലുണ്ടാവുമല്ലോ. അത് തന്നെ ആയിരിക്കും അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള യഖീൻ, രണ്ടുമാകാം. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഈമാനും യഖീനും അതുപോലെ തന്നെ ത്യാഗം സഹിക്കാനുള്ള സന്നദ്ധതയുമൊക്കെ അള്ളാഹുവെ നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ ഇന്ന റബ്ബി ലസമീഉദ് ദുആ. അതാണ് 39-ാമത്തെ വചനം. അത് മറ്റൊരു പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാ എന്നത് ശരിക്ക് പ്രാർത്ഥനയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ നിഅമത്തുകൾ, വിശേഷിച്ചും അദ്ദേഹത്തിന് നൽകിയ നിഅമത്ത് അദ്ദേഹം ഓർക്കുന്നത് വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. നോക്കൂ, പ്രായാധിക്യം വന്ന സമയത്ത് സന്താന സമ്പത്ത് നൽകി എന്നതൊരു വലിയ സംഗതിയാണ്. അതിന് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനകളിൽ സ്തുതികൾ ധാരാളം ഉണ്ടാകണം. അള്ളാഹുവിനോട് വീണ്ടും പറയുകയാണ് ഇന്ന റബ്ബി ലസമീഉദ് ദുആ. നോക്കൂ, അള്ളാഹുവെ നീ ദുആകളൊക്കെ കേൾക്കുന്നവൻ തന്നെയാണല്ലോ എന്ന് ഒരു സംശയമില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇബ്രാഹിം അലൈഹി, നോക്കൂ, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ സത്യത്തിൽ എന്താണ് ദുആ ചെയ്യുക, എന്താണ് ദുആ ചെയ്യുക, ഒരു മനുഷ്യൻ എന്താ ദുആ ചെയ്യുക, അത് നമ്മൾ ശരിക്കും ചിന്തിച്ചോണം. എപ്പോഴെങ്കിലും ഒരു മനുഷ്യൻ ദുആ ചെയ്യുക, എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടാ റബ്ബന ഗഫിർ ലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. അല്ലാത്തൊരു വാക്കാ. റബ്ബേ, ഞാൻ വിചാരണ വരുന്ന ദിവസം വരെ വരുന്ന, നമുക്ക് വല്ലാത്തൊരു വാക്കല്ലേ. എൻ്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു എനിക്ക് പുറത്തു തരണം, മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം. ഹിസാബാകുന്ന ദിവസം വരെ, യൗമുൽ ഖിയാമത്ത് വരെ വരുന്ന എല്ലാ മുഅ്മിനുകൾക്കും പുറത്തു കൊടുക്കണം. എന്തൊരു വിശാലമായ ഹൃദയമാണെന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിൻ്റെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, പിന്നെ ഭൂലോകത്തുണ്ടാകുന്ന എല്ലാ മുഅ്മിനുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട സംഗതി, ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട സഹോദരന്മാരെ, നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അതാണ് നമ്മളെപ്പോഴും ചിന്തിക്കണം. നമ്മുടെ ഉള്ളിൽ എന്താണോ ഏറ്റവും കത്തി നിൽക്കുന്നത് അതാണ് പ്രാർത്ഥനയായി വരിക. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാതെ പ്രാർത്ഥന ഒരിക്കലും കൃത്രിമത്വമാകരുത്. പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല. നമ്മുടെ ഉള്ളിൽ കത്തി നിൽക്കുന്ന, നമ്മുടെ ഹൃദയത്തിലുള്ള, മനസ്സിലുള്ള വികാരങ്ങളാണ് ദുആയി വരേണ്ടത്. അതാണ് നാവിലൂടെ വരേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഹമ്മ് എന്താ? ഇബ്രാഹിം നബിയുടെ ഹമ്മ്, ഇബ്രാഹിം നബിയുടെ ഉള്ളിൽ കത്തി നിന്നത് ഇതൊക്കെയായിരുന്നു. നമ്മുടെ ഹമ്മ് എന്താ? നമ്മളെപ്പോഴെങ്കിലും സഹോദരന്മാരെ സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴെങ്കിലും ഖുർആനിൻ്റെ അഹ്ലുകാരിൽ പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴെങ്കിലും ഈ ദീനിനെ പ്രബോധകന്മാരാകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴെങ്കിലും ഒരു മനുഷ്യനെങ്കിലും എൻ്റെ കൈ കൊണ്ട്, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട് ഹിദായത്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ആഗ്രഹിക്കേണ്ടതല്ലേ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആഗ്രഹമുണ്ടെങ്കിലേ എന്ത് വരൂ? പ്രാർത്ഥന വരുള്ളൂ. ഇത് നമ്മൾ പ്രത്യേകമായി ഓർക്കണം. അതാണ് ഞാൻ പ്രത്യേകമായി ഈ പ്രാർത്ഥന വിശദീകരിച്ചത്. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. പ്രാർത്ഥന നമ്മുടെ ഒരു വികാരമായി വരണം എന്നർത്ഥം. പിന്നീട് 42 മുതൽ 44 വരെയുള്ള വചനങ്ങൾ സത്യത്തിൽ അവിശ്വാസികളോട് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിങ്ങൾ ചെയ്യുന്ന അക്രമത്തിന് നിങ്ങളെങ്ങനെ വെറുതെ വിട്ടതാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അല്ലാഹു ഒരിക്കലും ഇവിടെ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന, അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അക്രമത്തെക്കുറിച്ച് അല്ലാഹു അശ്രദ്ധനല്ല. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ തള്ളിപ്പോകുന്ന ഭയാനകമായ ഒരു ദിവസം വരെ അവർക്ക് സമയം നീട്ടിക്കൊടുത്ത. അപ്പം സമയം നീട്ടിക്കൊടുത്തു എന്നത് എന്തല്ല, ആരും ഒരു അള്ളാഹുവിൻ്റെ ഒരു ദൗർബല്യമായി ആരും കാണേണ്ടതില്ല എന്ന ആശയത്തിലാണ് ആ കാര്യം അള്ളാഹു പ്രത്യേകമായി അവിടെ ഓർമ്മിപ്പിക്കുന്നത്. നോക്കൂ, 6ാമത്തെ തെളിവായി അള്ളാഹു പറയുന്നത് 45 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ്. അതെന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, സത്യത്തിൽ വസകൻതു ഫീ മസാകിനിൽ ലദീന ളലമു അൻഫുസഹും വതബയ്യന ലക്കും കൈഫ ഫഅൽനാ ബിഹിം വദറബ്നാ ലക്കുമുൽ അംസാൽ വഖദ് മക്കറൂ മക്റഹും വഇൻദല്ലാഹി മക്റുഹും വഇൻ കാന മക്റുഹും ലിതസൂല മിൻഹുൽ ജിബാൽ. ഇത് സത്യത്തിൽ ഒരു സമൂഹത്തിനോട് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കഥയുടെ രീതിയിലാണല്ലോ ഇതിവിടെ പറയുന്നത്. സത്യത്തിൽ സ്വയം ആക്രമിച്ച ആളുകൾ, സ്വയം തങ്ങളോട് തന്നെ
അക്രമം പ്രവർത്തിച്ച ആളുകൾ, അവർ ഒരു ജനവിഭാഗത്തിൻ്റെ വാസസ്ഥലത്താണ് നിങ്ങൾ താമസിച്ചിരുന്നത്, അവരെ കൊണ്ട് നാം എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നാം ഉപമകൾ വിവരിച്ചു തരികയാണ്. അവർ അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്ന ആളുകൾ മക്രഹും അവരാൽ കഴിയുന്ന എല്ലാ തന്ത്രങ്ങളും അവർ പ്രയോഗിച്ചു. വഇൻദല്ലാഹി മക്റുഹും, അള്ളാഹുവിങ്കലുണ്ട് അവർക്കായുള്ള തന്ത്രം. വഇൻകാന മക്റുഹും ലിതസൂല മിൻഹുൽ ജിബാൽ, അവരുടെ തന്ത്രം നിമിത്തം പർവ്വതങ്ങൾ നീങ്ങിപ്പോകാൻ മാത്രമൊന്നുമായിട്ടില്ലല്ലോ. അള്ളാഹുവിൻ്റെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ അവരുടെ തന്ത്രം നിഷ്ഫലമാണ് എന്നതാണ് ആ ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്കുള്ള ഒരു സമാധാനം എന്ന നിലയ്ക്കാണ്. നോക്കൂ, 47 മുതൽ 51 വരെയുള്ള വചനം അത് വളരെ മനോഹരമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഓരോ മനുഷ്യനും, അതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഓരോ മനുഷ്യനും അവൻ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ്. വലാ തഹ്സബന്നല്ലാഹ മുഖ്ലിഫ വഅദിഹി റുസുല ഇന്നല്ലാഹ അസീസുൻ ദു ഇന്തിഖാം, അള്ളാഹു തൻ്റെ ദൂതന്മാരോട് ചെയ്ത വാഗ്ദാനം ലംഘിക്കുന്നവനാണെന്ന് നീ വിചാരിച്ചു പോകരുത്. നിശ്ചയമായും അള്ളാഹു അസീസാണ്, ദുൻതിഖാമാണ്. നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ദ്രോഹത്തിന് അള്ളാഹു പകരം ചോദിക്കും. അതിന് പ്രതാപമുള്ളവനാണ്. അള്ളാഹു ശിക്ഷാ നടപടികൾ, പ്രതികാര നടപടികൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് സൂചിപ്പിക്കുകയാണ്. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്ത്, അങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. ഈ ഭൂമിയല്ലാത്ത മറ്റൊന്നായും അതുപോലെ തന്നെ ആകാശങ്ങളുമൊക്കെ മാറ്റപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. വബറസൂലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും സർവാധികാരിയുമായ അള്ളാഹുവിലേക്ക് അവരെല്ലാം പുറപ്പെട്ടു വരികയും ചെയ്യുന്ന ഒരു ദിവസം. ആ ദിവസത്തെക്കുറിച്ച് പറഞ്ഞത്, ആ ദിവസം കുറ്റവാളികളെ ചങ്ങലകളിൽ അന്യോന്യം ചേർത്ത് ബന്ധിക്കപ്പെട്ടതായിട്ട് നിനക്ക് കാണാം. അതുകൊണ്ട് രക്ഷപ്പെടും എന്ന് കരുതേണ്ടതില്ല എന്ന ശക്തമായ ഒരു സംഗതിയാണ്. എന്നിട്ട് അവരുടെ ശിക്ഷ ഇങ്ങനെ പറഞ്ഞു, സറാബീലുഹും മിൻ ഖതിറാനിൻ വതഖ്ശാ വുജൂഹഹുമുൻ നാർ, അവരുടെ കുപ്പായങ്ങൾ കറുത്ത ടാറ് കൊണ്ടുള്ളതായിരിക്കും, അവരുടെ മുഖങ്ങൾ തീ പൊതിയുന്നതാണ്. ലിയജ്സി അല്ലാഹു കുല്ല നഫ്സിൻ മാ കസബത് ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, ഓരോ വ്യക്തിക്കും താൻ എന്താണോ പ്രവർത്തിച്ചത് അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ സംവിധാനം അതിനു വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ വചനം, 52-ാമത്തെ വചനം, അതിൻ്റെ സമാപ്തം, ഇതിൻ്റെ പരിസമാപ്തി ഒരു വല്ലാത്ത പ്രഖ്യാപനമാണ്. ഹാദാ ബലാഗുൽ ലിന്നാസ് വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ് വലിയദ്ദക്കറ ഉലുൽ അൽബാബ്. ഇത് ഇത്രയും പറഞ്ഞത് 51 വചനങ്ങളിലൂടെ നിങ്ങൾ കേട്ടത്, ഇത് മനുഷ്യർക്ക് വേണ്ടി വ്യക്തമായ ഒരു ഉത്ബോധനമാണ്. ബലാഗുൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള വ്യക്തമായ ഒരു ഉത്ബോധനമാണ് ഈ പറഞ്ഞത് മുഴുവൻ. വലിയുൻദറൂ ബിഹി, ഇത് മുഖേന അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെടേണ്ടതുണ്ട്. ഈ പറഞ്ഞത് മുഴുവൻ ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. എന്താണ് അവർ മനസ്സിലാക്കേണ്ടത്? വലിയഅലമു അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്, അവർ മനസ്സിലാക്കണം ഒരേ ഒരു ഇലാഹ് മാത്രമേ ഉള്ളൂ, അതവർക്ക് ബോധ്യമാകണം. വലിയദ്ദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ ആലോചിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, വളരെ ദീർഘമായി നാം മനസ്സിലാക്കേണ്ട ഒരധ്യായമാണിത്. ചെറിയ സമയം കൊണ്ട് നമ്മളതൊന്ന് ഓട്ടപ്രദക്ഷിണം നടത്തി എന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും ഓരോ വചനങ്ങളുടെ അടുത്തും ഒരുപാട് സമയം നിൽക്കണം. അതിൽ അങ്ങനെ നിൽക്കാനുള്ള ഒരു സൂചന മാത്രമാണ് ഇത് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അടുത്തറിയാനും അതിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.